ഈ ഒരു ഷോർട്സിൻ്റെ താഴെ എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നത് സ്ലീവ് സ്റ്റിച്ചിങ് ഇടുമെന്നാണ്. സ്ലീവ് ക്യൂട്ടാണോ മോഡസ്റ്റാണോ എന്നൊന്ന് കമൻ്റ് ആക്കണേ. അപ്പോൾ ഇന്നത്തെ ലോങ് വീഡിയോ ഈ ഒരു സ്ലീവ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. 3 മീറ്റർ മെറ്റീരിയലാട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. ഈ ഒരു 3 മീറ്ററിനും കൂടെ ആകെ 50 രൂപയേ ആയിട്ടുള്ളൂ. ഈ ഒരു മെറ്റീരിയൽ ഞാൻ നേരത്തെ പർച്ചേസ് ചെയ്ത് വെച്ചതായിരുന്നു, പക്ഷെ അതിൻ്റെ വീഡിയോസ് എടുക്കാനുള്ള ഐഡിയ അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഒരു മെഷർമെൻറ്റിനാണ് കേട്ടോ ഞാൻ ഈ ഒരു ഡ്രസ്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് സൈസിൻ്റെ മെഷർമെൻറ്റ് വേണമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയേ. നിങ്ങളിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ ഇടുമെന്ന്. അപ്പം ഞാൻ ഉറപ്പായിട്ടും ചെയ്യാം. അതിന് ഡിലേ വരുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കണക്റ്റ് ആവണമല്ലോ. അപ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. മേ ബി എൻ്റെ സ്റ്റിച്ചിങ്ങിനോടും മോഡസ്റ്റ് വെയേഴ്സിനോടുള്ള ഇഷ്ടം കൊണ്ടാവാം, അല്ലെങ്കിൽ എൻ്റെ ഈ നാടിൻ്റെ ഭംഗിയൊക്കെ ആയിരിക്കും എൻ്റെ ഈ വീഡിയോസിന് ഭംഗി കൂട്ടുന്നത്. ഞാൻ എന്തായാലും പറയാം, വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചിങ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഞാൻ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഫാബ്രിക്ക് 4 ഫോൾഡായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു 4 ഫോൾഡ് വരുന്നത് 10 ഇഞ്ച് വിഡ്ത്തിലാണ്. അതിന് താഴേക്കായിട്ട് ഞാനൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബേസിക്കായിട്ട് വളരെ ബേസിക്കായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആം ഹോൾ കട്ടിംഗ് ഒന്നുമല്ല. ഞാൻ ആ ഒരു നമ്മൾ 4 ഫോൾഡിൽ നിന്ന് താഴത്തേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ഒരു കോർണറിൽ നിന്ന് ചെറിയൊരു ഷേപ്പ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്തായിട്ട് ഞാൻ എടുക്കുന്നത് 27 ഇഞ്ചസ് ആണ്. അതേപോലെ ആം ഓപ്പണിംഗ് ആയിട്ട് എടുക്കുന്നത് 8 ഇഞ്ചസ് ആണ് കേട്ടോ. എന്നിട്ട് ആ ഒരു നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ആ ഒരു 10 ഇഞ്ച് അല്ലെങ്കിൽ ആ ഒരു ആം ഹോളിൻ്റെ പോയിൻറ്റിൽ നിന്ന് താഴേക്ക് ഒരു ചെറിയൊരു ലൈന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കാൽക്കുലേഷൻസും കാര്യങ്ങളും ഒക്കെ പഠിക്കണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്, എന്നാലേ പെർഫെക്റ്റ് ആവൂ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലൊക്കെ കാണിച്ചിരുന്നു, നമുക്ക് റെഡിമെയ്ഡായിട്ട് പാറ്റേൺസ് കട്ടിങ് അവൈലബിൾ ആണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ വാങ്ങാൻ പറ്റും. ഏത് സൈസിലാണോ നമുക്ക് വേണ്ടത് അതിൻ്റെയൊക്കെ കട്ടിങ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കുറച്ചെങ്കിലും സ്റ്റിച്ചിങ്ങിനോട് ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ അതേപോലെ പാറ്റേൺസ് വാങ്ങിച്ചിട്ട് തുണിയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഞാൻ കുറേ അധികം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ചെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ ഇതേപോലെയാണ്, അതായത് ആ ഒരു പാറ്റേൺ പേപ്പർ വെച്ചിട്ടാണ് കട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് സിമ്പിളായിട്ട് അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ എവിടെയും പോയി സ്റ്റിച്ചിങ് പഠിച്ചിട്ടുള്ള ആളുമല്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ പാറ്റേൺ വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും കട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ പാറ്റേൺ വെച്ചിട്ട് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്ലീവ് നമ്മൾ ആം ഹോളുമായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്ന സ്ലീവിൻ്റെ എൻഡിൽ നിന്ന്, അതായത് സ്ലീവ് ഓപ്പണിങ്ങിൽ നിന്ന് ഒരു 2 ഇഞ്ച് മുകളിലേക്ക് ഈ ഒരു എലാസ്റ്റിക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. ഞാനിവിടെ ഒരു 1/4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് എടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ക്രോഷയുടെ ലേസും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ലേസ് എവിടെ നിന്നാന്ന് കുറേ അധികം ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളിങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. എനിക്ക് കണ്ടൻറ്റ് ക്ഷാമമൊന്നും ഇപ്പോൾ വരാറില്ല കേട്ടോ. ഇത് ഞാൻ ഓർഗൻസ ഫാബ്രിക് എന്നും പറഞ്ഞ് മുക്കത്തുള്ള ഒരു സ്റ്റോറിൽ നിന്ന് ഓൺലൈനായിട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും ലേസൊക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ആ സ്ലീവിൻ്റെ ഓപ്പണിങ്, അതായത് എൻഡിൽ ഈ ഒരു ലേസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ആ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ഒരു മോഡസ്റ്റ് വേസിലൊക്കെ സ്ലീവിനാണ് ഏറ്റവും കൂടുതൽ ട്രെൻഡും കാര്യങ്ങളും വരാറുള്ളത്. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലും മനസ്സിലാവും. നമ്മുടെ നോർമൽ ഡ്രസ്സിലും ഇതേപോലുള്ള സ്ലീവ്സ് വെക്കുമ്പോൾ നല്ല ഈസ്തറ്റിക് ആൻഡ് മോഡസ്റ്റ് ആയിട്ട്
മാറാറുണ്ട്. ഞാൻ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. നെക്കിലൊന്നും വർക്കൊന്നും ചെയ്യാറില്ല. സ്ലീവിൽ ഡിസൈൻസും ഒക്കെ ഞാൻ സ്ലീവിലാണ് ചെയ്യാറുള്ളത്. അപ്പം ഞാൻ എന്താ ഒരു 2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കവിടെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മളൊരു 8 ഇഞ്ച് ആണ് ഓപ്പണിങ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു 10 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് ഇവിടെ എടുക്കുന്നത്. 2 പീസ് എലാസ്റ്റിക് നമ്മൾ ഈ ഒരു സ്ലീവിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വലിച്ച് വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതാ ഇപ്പോൾ നമ്മൾ ആ ഒരു സ്ലീവ് കംപ്ലീറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എനിക്കിനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൺവേ ആവുന്നുണ്ടോ എന്ന് നോക്കാനായിട്ടാണ്. എന്നിട്ടാണ് നമ്മൾ ഫുൾ ട്യൂട്ടോറിയൽ ഇടാം കേട്ടോ. ഈ ഒരു ഡ്രസ്സിൻ്റെ ഷേപ്പിലാണോ എന്നാണ് ഈ ഒരു ഡ്രസ്സ് ചെയ്തതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ഒരു ഷേപ്പിലല്ല, നല്ല ലൂസിൽ തന്നെയാണ് ഈ ഒരു മോഡസ്റ്റ് വെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനൊപ്പം എന്താ ഇതേപോലെ ഒരു ബെൽറ്റ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു, വേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ.